നഗരങ്ങളിൽ ചെന്നു രാപ്പാർക്കാം എന്ന ചിത്രത്തിലെ കോമഡി മെഗാ ഹിറ്റ്. രാമേന്ദ്ര, ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? നിനക്ക് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ പിന്നെ കാശിന്റെ ആവശ്യം വരില്ല അല്ലേ? കുഞ്ഞുകുട്ട, സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പർ അവിടെ ഇറക്കാൻ പോവാ. ഒത്ത ഒത്തു അനുസരണയോടെ നിന്നോണം. ഞാൻ പലതും കാണിക്കും. സാർ, ഇനി എന്തെങ്കിലും അടപ്രഭവം കിട്ടുമോ? കഴിക്കാനൊരു കൊതിയായിട്ടാ. അതൊന്നും ഇവിടെ കിട്ടില്ല സാർ. ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ് അങ്ങനെ വല്ലതും? ഒന്നും വേണ്ട, ബില്ലെടുത്തോ. ശരി സാർ. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളണം. ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല. മതിയായി, അതുകൊണ്ടാ. എന്താണോ മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ ഇത് എന്താണെന്ന് സാറൊന്ന് പതുക്കെ പറയും. എന്തിന് പതുക്കെയാക്കണം? 4 പേര് അറിയട്ടോ. രാമേന്ദ്ര, കുഞ്ഞുകുട്ട, നീ മിണ്ടിപ്പോരുത്. ആഹാ, കയ്യിലുള്ള കാശ് തന്നിട്ട് പാറ്റയും പൂച്ചയും ഇടാൻ വിഷാംശം കലർന്ന ഭക്ഷണം കഴിക്കണമെന്നോ? ഐ വിൽ കംപ്ലൈന്റ്. ഫുഡ് ഇൻസ്പെക്ടറുടെ പേരിൽ ഒരു ഓഫീസുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? രാമേന്ദ്ര, നീ മിണ്ടാതിരിക്കും കുഞ്ഞുകുട്ട. രണ്ടിലൊന്നും അറിയാമല്ലോ. ആഹാ, എന്തോ ചോദിച്ചിട്ടും താ കുന്തം വിഴുങ്ങി പോലെ നോക്കി നിൽക്കുന്നത്. നിങ്ങളാണ് ഇവിടുത്തെ മാനേജർ. എന്താണ് മിസ്റ്റർ പ്ലേറ്റ് കിടക്കുന്നത്? ആളെ കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങൾ റെസ്റ്റോറന്റ് നടത്തുന്നത്. നാളെ നിങ്ങൾ കിടക്കുന്നത് പാമ്പിനെ വരെ ഇടൂല്ലോ മിസ്റ്റർ. സോറി സർ, നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കണ്ട. നമുക്ക് ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസിൽ വെച്ച് കാണാം. രാമേന്ദ്ര, നീ റോട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പാറ്റയല്ലേ? റോട്ടി കിടക്കേണ്ട പാറ്റ എങ്ങനെ എന്റെ പ്ലേറ്റിൽ വന്നു എന്നാണ് അവരോട് ചോദിക്കുന്നത്. രാമേന്ദ്ര, നീയല്ലേ പാറ്റയെ പ്ലേറ്റിൽ ഇട്ടത്? തലയ്ക്ക് ശരിയില്ലാത്ത നീ അധികം സംസാരിക്കരുത് കുഞ്ഞുകുട്ടോ. ഓ, അത് ശരി, ഞാൻ പറയാൻ പാടില്ലായിരുന്നു. നമുക്ക് നിയമം വഴി കാണാം. നിക്കണേ അവിടെ. മൂക്കുമുട്ട നിന്നിട്ട് കാശ് കൊടുക്കാതിരിക്കാനുള്ള പഴയ നമ്പർ ഉണ്ടല്ലോ, അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. മനുഷ്യ സൂക്ഷിച്ച് സംസാരിക്കണം. പൈസയല്ലേ ഞങ്ങളുടെ പ്രശ്നം. പൈസയൊക്കെ വലുതായിട്ട് ഞങ്ങളുടെ അന്തസ്തുണ്ട്. രാമേന്ദ്ര, നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ. നമുക്ക് ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസിൽ നിന്നെ പോലെ പല ആൾക്കാരെ കണ്ടിട്ടുള്ളതാണ്. രാമേന്ദ്ര, വിട്ടോ. വകുപ്പ് മാറും. രാമേന്ദ്ര, രാമേന്ദ്ര, നീ ഇത്രയും നേരം എന്തെടുക്കായിരുന്നു? ഞാൻ എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? രാമേന്ദ്ര, നമ്മള് അവസാനം കഴിച്ചൊരു ഇതില്ലേ, എന്തായിരുന്നു അതിന്റെ പേര്? എന്തായാലും അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, നല്ല രുചിയുണ്ടായിരുന്നു. വയറ് നിറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. വഴി നിശ്ചയുണ്ടായിരുന്നു, ഞാൻ അപ്പോഴേ പോയേനെ. അപ്പോ വഴി നിനക്ക് അത്രയ്ക്ക് നിശ്ചയില്ലല്ലേ? തീരെ നിശ്ചയില്ല. അപ്പൊ ഞാനില്ലാതെ വല്ലയിടത്തേക്ക് പോയി നീ എങ്ങനെ തിരിച്ചു വരും? അതിന് നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോവില്ലല്ലോ. എന്നാ നമുക്കൊരിടം വരെ പോണം. എവിടേക്കാ? എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. ഇനിയും വെച്ച് താമസിപ്പിച്ച ഒട്ടും ശരിയാവില്ല. എന്തോന്ന്? വാ, ഞാൻ പറയാൻ കുഞ്ഞുകുട്ടാ, വാ. ഉത്സവം എന്ന് പറഞ്ഞ വെടിക്കെട്ടൊക്കെ ഉണ്ടാവുമോ? കൊള്ളാം, വെടിക്കെട്ട് ഉണ്ടാവുമെന്നോ? തൃശ്ശൂർ പൂരം എന്നൊക്കെ കേട്ടിട്ടില്ലേ കുഞ്ഞുകുട്ട? അതിന് വെല്ലുന്ന വെടിക്കെട്ടല്ലേ ഇവിടെ. ആനയൊക്കെ ഉണ്ടാവോ? 100 കണക്കിന് ആനകളല്ലേ. ഈ ആന മാത്രമാക്കണ്ട, ആന, ചെണ്ട, കുതിര, ബഹളങ്ങൾ, പൊടി പൂരല്ലേ. നമുക്ക് പോണ്ട വണ്ടി ഇതാ. വാ വാ, കയറിക്കാം. നീ വാ. കേറിയിരുന്ന ഞാൻ വന്നോളാം. അല്ല രാമേന്ദ്ര, വാ. ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. കയറി സീറ്റ് പിടിച്ചോ, ഞാൻ വന്നോളാം. പെട്ടെന്ന് വരണം. ഞാൻ വന്നു കഴിഞ്ഞു. എന്റെ അമ്മ,
രാമേന്ദ്ര, നീ ഞാൻ എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ടെന്നറിയാം. എന്നെ ബസ് കയറ്റി വിട്ടിട്ട് നീ എങ്ങോട്ടാ രാമേന്ദ്ര പോയത്? നിന്നെ ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് ഞാനൊരു സിഗരറ്റ് കത്തിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോ ബസ്സില്ല. ബസ്സിന്റെ പുറകെ ഞാൻ 1.5 കിലോമീറ്റർ ഓടി. അറിയോ കുഞ്ഞുകുട്ടാ? അയ്യോ, നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചു? അത് ഞാൻ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിയെ കണ്ടു. ഏത് കോഴി? നമ്മുടെ പടിക്കലിരിക്കുന്ന കോഴിയുടെ ചിത്രേ. അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഇറങ്ങണോ, എന്റെ സ്ഥലം ഇതാണെന്ന് ഞാൻ പറഞ്ഞു. ടിക്കറ്റ് എടുക്കാത്തതിന് ഒരുപാട് ചീത്തയും പറഞ്ഞു കേട്ടോ. അപ്പൊ ബസ്സിലിരുന്ന് കോഴിയുടെ ചിത്രം കണ്ടുകൊണ്ടല്ലേ നിനക്ക് ഈ വീട് മനസ്സിലാക്കാൻ പറ്റിയത്? അതെ. അല്ല, അപ്പൊ ബസ് വേറെ ദൂരെ ഒരു വഴിക്കാ പോയിരുന്നെങ്കിലോ? എങ്ങനെ സ്ഥലം മനസ്സിലാവാനാ? ഞാൻ ആകെ കുഴഞ്ഞു പോയേനെ. നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്? അത് പിന്നെ അന്ന് തന്നെ നിന്നെ ഉത്സവം കാണിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഇത്തവണത്തെ വള്ളംകളി നിന്നെ ഞാൻ കാണിച്ചിരിക്കും. ആറന്മുള വള്ളംകളി. വാ, സൂക്ഷിച്ചോ. വീഴല്ലേ? വാ, അങ്ങോട്ട് കയറി. ഞാൻ കാലം മാറ്റി കൊടുത്തേ. ഒരാൾ കയറിവിട്ടെ. കുഞ്ഞുകുട്ട എവിടെ ഇരുന്നോ? ഞാൻ സ്രാങ്കിനെ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ വന്നേക്കാം. സ്രാങ്ക് എന്ന് പറഞ്ഞ മുകളിൽ ഡ്രൈവർ എന്റെ ഒരു പഴയ സുഹൃത്താ. ബോട്ട് വിടാൻ നേരത്തെ എന്നെ കണ്ടിലേക്ക് പേടിക്കണ്ട. ഞാൻ സ്രാങ്കിന്റെ മുറി കാണാം. അപ്പൊ നമുക്ക് വള്ളംകളിയുടെ അവിടെ വെച്ച് കാണാം. അല്ലേല് നിനക്ക് പറ്റിയ കമ്പനി അല്ലവൻ എന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. ഇങ്ങോട്ട് വരാൻ വയ്യറിയില്ലെങ്കിൽ നോ പ്രോബ്ലംസ്, എങ്ങനെയെങ്കിലും നാട് പിടിച്ചോളൂ. സിറ്റി കാണുന്ന കാല് പിടിച്ച് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നല്ലേ? അന്ന് അങ്കിളിനെ വിളിച്ചോണ്ടേ കഞ്ഞി ചോദിച്ചപ്പോഴേ പറഞ്ഞു വിടണമെന്ന് വിചാരിച്ചാ. എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഏതെങ്കിലും ബോട്ട് കെട്ടി കിടന്ന് കഷ്ടപ്പെടാതിരുന്നാ മതിയായിരുന്നു. ഏയ്, ഒരു കുഴപ്പവും വരില്ല. കം ഓൺ, ചിയേഴ്സ് ഫോർ കുഞ്ഞുകുട്ടൻസ് ഹെൽത്ത്. ചിയേഴ്സ്. രാമേന്ദ്ര, രാമേന്ദ്ര, ബോട്ടിൽ പോയിട്ട് നീ അത് ഇതാണല്ലേ കൂട്ടുകാരൻ? അതെ. ഹലോ മിസ്റ്റർ രാമേന്ദ്രൻ, നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി നിങ്ങൾക്ക് എന്നെന്നും അഭിമാനിക്കാം. വലിയ വലിയ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടി വരാൻ പോകുന്നു. മനസ്സിലായില്ല. ഞാൻ ഒളിമ്പ്യൻ പത്രത്തിന്റെ പത്രാധിപർ ഒളിമ്പ്യൻ ജോൺ. കാലത്ത് കൊച്ചി കായലിലൂടെ ബോട്ടിൽ വരുമ്പോഴാണ് അത്ഭുതകരമായി ഈ കാഴ്ച കാണുന്നത്. ഈ മനുഷ്യൻ യാതൊരുവിധ നീന്തൽ ഉപകരണങ്ങളും ഇല്ലാതെ കായലിന് കുറുകെ നീന്തുന്നു. ഇതൊരു റെക്കോർഡാണ്. കാറ്റും കോളും കൊണ്ട് ഇരമ്പുന്ന കായലിലൂടെ ഒരു പകലും രാത്രിയും നീന്തി തിമിർക്കുക. ഓ ഗോഡ്, ഈ അത്ഭുത വാർത്ത ഞാൻ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കും. ജനങ്ങൾക്ക് ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. സ്പോർട്സ് കൗൺസിലിനെ വിവരം അറിയിച്ച് ഈ മിടുക്കന് ഒരു സ്വീകരണത്തിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പൊ വരട്ടെ, സ്വീകരണത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ കാണാം. അപ്പോ എന്നെ ബോട്ട് കയറ്റി വിട്ടിട്ട് രാമേന്ദ്രൻ എങ്ങോട്ടാ പോയത്? ഓ, സിഗരറ്റ് വാങ്ങിക്കാൻ അന്നത്തെ പോലെ. പക്ഷെ വെള്ളായതുകൊണ്ട് നിനക്ക് പിന്നാലെ ഓടാൻ പറ്റിയില്ലല്ലേ? നിന്നെ കാണാതായപ്പോ ഞാൻ ബോട്ടിൽ നിന്ന് നേരെ കായലിലേക്ക് എടുത്ത് ചാടി നീന്തി. പക്ഷെ അത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചതേ ഇല്ല. പേപ്പറിൽ വരുമല്ലേ? സമ്മാനം കിട്ടുകയാണെങ്കിൽ ഇനി ഞാൻ കടലിലൂടെ ഒന്ന് നീന്തിയാലോ എന്ന് വിചാരിക്കുക. ഏതിലെ വേണേലും നീന്തിക്കോ. പക്ഷെ ആ വഴി അങ്ങോട്ട് പൊക്കോളണം. തിരിച്ചിങ്ങോട്ടേക്ക് വന്നേക്കരുത്. അവന്റെ ഒരു എന്താ പ്രശ്നം? പോട്ടെ പോട്ടെന്ന് വിചാരിച്ചപ്പോഴേ കളരി പഠിച്ച നമ്മുടെ അടുത്ത് വന്നോടാ. ആരവര്? ആരാന്നോ? എന്റെ അമ്മായിപ്പൻ അളിയന്മാരും. നീ കണ്ടതല്ലേ ഇതൊക്കെ? ആരാ കുട്ടി അവര്? എനിക്കറിയില്ല. കുട്ടി ഏതാ? എവിടെയാ വീട്? ഞാൻ പോട്ടെ. കുട്ടി ഒറ്റയ്ക്ക് വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കുന്നേ. വേണ്ട, അങ്ങനെ പറയരുത്. ഞങ്ങൾ വരാം. ഞങ്ങൾക്ക് വീടൊക്കെ ഒന്ന് കാണാലോ. അതെ, കുട്ടിയെ രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ പോവാം. എന്താ മോളെ താമസിച്ചത്? ഇവരെ ഏതോ കുറെ ഭയങ്കരന്മാർ കാറിൽ വന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. മൈ ഗോഡ്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകണ്ടെന്ന്. എങ്ങനെയാ സംഭവം? അക്രമികൾ ഒരു 10-30 പേരുണ്ടായിരുന്നു. അടിതടയും കറാട്ടയൊക്കെ പഠിച്ചിരുന്നോണ്ട് 30 പേര് എനിക്കൊരു പ്രശ്നമേ അല്ലേ സാർ? അവര് 3 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, 3 പേരുണ്ടായിരുന്നുള്ളൂ. 27 പേര് ആദ്യം തന്നെ ഓടിപ്പോയില്ലടാ. രാമേന്ദ്ര, അവര് 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ, ഏതായാലും എന്റെ മകളെ രക്ഷപ്പെട്ടല്ലോ. അതിന് ഞാൻ നിങ്ങളോട് അങ്ങേ അറ്റം കടപ്പെട്ടിരിക്കുന്നു.
ആ ബൈ ദ ബൈ, നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല. ഓ സോറി, ഞാൻ രാമേന്ദ്രൻ, ഇവൻ കുഞ്ഞിക്കുട്ടൻ. ആ, എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ആകെ ഗതികേടില്ല. അല്ലല്ല, അതെ, ഇവൻ സ്വല്പം ഗതികേറില്ല. ഞാനൊരു ബിസിനസ് ചെയ്തോണ്ടിരിക്കുക. വില്ലിംഗ്ടൺ റോഡിലാണ് എന്റെ ഓഫീസ് ഫോൺ നമ്പർ 354522. അത് താഴത്തെ വീട്ടുകാരുടെ. അതെ, താഴത്തെ വീട്ടുകാരെ ഉപയോഗിക്കും. എന്താ ബിസിനസ്? ഞാനിങ്ങനെ ഡൽഹി ടു ബോംബെ, ബോംബെ ടു ഡൽഹി. എന്ത് ഡൽഹി? എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ. ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ്. നൈറ്റ്. അതെ, സാറിന്റെ പേരെന്താ? IMMRC.